നമസ്കാരം. ആവേശകരമായ മത്സരം നടന്ന പാലക്കാട് മണ്ഡലത്തിൽ എൻ.ഡി.എയുടെ കരുത്തയായ ശോഭാ സുരേന്ദ്രനെതിരെ മികച്ച വിജയവുമായിട്ടാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥിയും ചലച്ചിത്ര താരവുമായ രമേശ് പിഷാരടി വിജയം സ്വന്തമാക്കിയത്. 12,000 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് രമേശ് പിഷാരടിയുടെ വിജയം. രമേശ് പിഷാരടി 55,302 വോട്ടുകളും ശോഭാ സുരേന്ദ്രൻ 42,880 വോട്ടുകളും നേടി. LDF സ്വതന്ത്രനായി മത്സരിച്ച NMR റസാഖിന് 27,227 വോട്ടുകളെ നേടാനായുള്ളൂ. പല കാരണങ്ങൾ കൊണ്ടും ഇക്കുറി സവിശേഷ ശ്രദ്ധ നേടിയ മണ്ഡലമായിരുന്നു പാലക്കാട്. ഇടതിൽ നിന്നും 2011 UDFിന് വേണ്ടി ഷാഫി പറമ്പിൽ തിരിച്ചുപിടിച്ച മണ്ഡലമാണിത്. തുടർന്ന് 2021 വരെ ഹാട്രിക് വിജയവും ഷാഫി ഈ മണ്ഡലത്തിൽ നിന്ന് തേടിയെത്തി. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വടകരയിൽ നിന്ന് ഷാഫി പറമ്പിൽ വിജയിച്ചതോടെ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വലിയ ഭൂരിപക്ഷത്തോടെ പാലക്കാട് ജയിച്ചു. എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പിന്നീട് ലൈംഗിക ആരോപണ കേസിൽ പ്രതിയായതും പാർട്ടിക്കുള്ളിൽ നിന്ന് പുറത്താക്കപ്പെട്ടതും മണ്ഡലത്തിൽ വലിയ രാഷ്ട്രീയ പ്രതിസന്ധി സൃഷ്ടിച്ചിരുന്നു. പരമ്പരാഗതമായി UDFും LDFും മാറി മാറി ഭരിച്ചിരുന്ന മണ്ഡലമാണെങ്കിലും കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി BJP ഇവിടെ രണ്ടാം സ്ഥാനത്ത് വഴി ശക്തമായ ത്രികോണ മത്സരത്തിനാണ് മണ്ഡലം വേദിയായിരുന്നത്. കേരളത്തിൽ BJP ഭരിക്കുന്ന ഏക നഗരസഭ എന്ന ഖ്യാതി കഴിഞ്ഞ 10 വർഷമായി പാലക്കാടിനുണ്ട്. BJPയുടെ A+ മണ്ഡലങ്ങളിലൊന്നായ പാലക്കാട് വൻ മത്സരമാണ് ഇക്കുറി ശോഭാ സുരേന്ദ്രൻ കാഴ്ചവെച്ചത്. കൗണ്ടിംഗ് തുടങ്ങി ഏറെ നേരം അവർ ലീഡ് ചെയ്തിരുന്നു. എന്നാൽ പിന്നീട് രമേശ് പിഷാരടി പതിയെ അതിനെ മറികടന്ന് ലീഡിലേക്ക് എത്തുകയായിരുന്നു. കന്നി അംഗത്തിൽ തന്നെ അധികായരെ പോലും അട്ടിമറിച്ച് ഉജ്ജ്വല വിജയം നേടിയ രമേശ് പിഷാരടിയെ അഭിനന്ദിച്ച് സഹപ്രവർത്തകരായ സിനിമാ താരങ്ങളും രംഗത്ത് വന്നു. ധർമ്മജൻ ബോൾഗാട്ടി, ടിനി ടോം, മിഥുൻ മാനുവൽ, ശ്വേത മേനോൻ, മോഹൻ ജോസ്, മനോജ് കെ ജെയിൻ തുടങ്ങിയ നിരവധി താരങ്ങൾ പിഷാരടിക്ക് ആശംസകൾ അറിയിച്ച് രംഗത്ത് വന്നു. സമൂഹമാധ്യമങ്ങളിലൂടെയായിരുന്നു ഏവരും പിഷാരടിക്ക് ആശംസകളുമായി എത്തിയത്. പിഷാരടിയുടെ ചിത്രം പങ്കുവച്ച് തൂക്കിയെന്നായിരുന്നു ധർമ്മജന്റെ ആശംസ. കന്മഷമില്ല, കലിപ്പമില്ല, അണുവോളമില്ല, പൊളിവചനം. എൻ്റെ പ്രിയ സുഹൃത്തിന് സർവ്വ നന്മകളും ഈ മുഹൂർത്തത്തിൽ നേരുന്നു. ആദ്യമായിട്ടാണ് ഒരു സ്ഥാനാർത്ഥി വിജയിച്ച് അധികാരത്തിൽ വരണമെന്ന് ആഗ്രഹിച്ചത്. അത് സംഭവിച്ചുവെന്ന് നടൻ മോഹൻ ജോസ് കുറിച്ചു. പ്രിയപ്പെട്ട സഹപ്രവർത്തകൻ പിഷുവിന് ഇനി അങ്ങോട്ട് പാലക്കാടിൻ്റെ MLAക്ക് രമേശ് പിഷാരടിക്ക് സ്നേഹാഭിവാദ്യങ്ങൾ. ഒന്നും പറയാനില്ല, ക്ലാസ് ആയി തൂക്കി. മിഥുൻ മാനുവൽ കുറിച്ചത് ഇങ്ങനെയാണ്: ഒരു MLA ചിരി, അഭിനന്ദനങ്ങൾ രമേശ് പിഷാരടി. അങ്ങനെ താരങ്ങളിൽ നിന്നും മറ്റൊരു MLA കൂടി എന്നായിരുന്നു വിനോദ് കോവൂരിന്റെ ആശംസ. രമേശ് പിഷാരടിക്കൊപ്പമുള്ള ചിത്രം പങ്കുവച്ച് തൂക്കി എന്ന അടിക്കുറിപ്പാണ് നടിയും നർത്തകിയുമായ കൃഷ്ണപ്രഭ പങ്കുവച്ചത്. കവളിൽ ഉമ്മ നൽകുന്ന ചിത്രം പങ്കുവച്ച കൺഗ്രാറ്റ്സ് പിഷു എന്നാണ് അമ്മ അധ്യക്ഷയും സിനിമാ താരമായ ശ്വേത മേനോൻ കുറിച്ചത്. നടൻ മനോജ് കെ ജെയിനും രമേശ് പിഷാരടിക്ക് അഭിനന്ദനവുമായി രംഗത്തെത്തി. കലക്കി പൊളിച്ചു മോനെ, നിയുക്ത പാലക്കാട് MLA എൻ്റെ പ്രിയ സുഹൃത്ത് രമേശ് പിഷാരടിക്ക് ഹൃദയംഗമമായ അഭിനന്ദനങ്ങൾ എന്നായിരുന്നു മനോജ് കെ ജെയിൻ്റെ ആശംസ. അതേസമയം കേരളത്തിലെ മഹാവിജയത്തിനൊപ്പം പാലക്കാടിനെ ചേർത്ത് നിർത്തിയതിന് നന്ദിയാണെന്നാണ് വിജയത്തിന് പിന്നാലെ പിഷാരടി കുറിച്ചത്. നന്ദി കേരളത്തിൻ്റെ മഹാവിജയത്തിനൊപ്പം പാലക്കാടിനെ ചേർത്ത് നിർത്തിയതിന്, വിശ്വസ്ത നേതൃത്വത്തിന്, ഒപ്പം നിന്ന പ്രവർത്തകർക്ക്. ഈ വിജയത്തിനായി സ്നേഹാശംസകൾ അറിയിച്ച, പ്രാർത്ഥിച്ച സുമനസ്സുകൾക്കെന്ന് രമേശ് പിഷാരടി ഫേസ്ബുക്കിൽ കുറിച്ചു. തിരഞ്ഞെടുപ്പ് ഗോതയിലെ കന്നി അംഗത്തിൽ തന്നെ പാലക്കാട് പോലുള്ള ഒരു VIP മണ്ഡലം പിടിച്ചെടുക്കാനായതിൻ്റെ ആവേശത്തിലാണ് രമേശ് പിഷാരടി. അതേസമയം മലപ്പുറം ജില്ലയിൽ അവശേഷിച്ച ഇടത് കനൽ തരികൾ അണച്ച് ചരിത്രം കുറിച്ചിരിക്കുകയാണ് UDF തരംഗം. ജില്ലയിലെ 16 മണ്ഡലങ്ങളും വിജയിച്ച് സമ്പൂർണ്ണ വിജയം എന്ന അപൂർവ നേട്ടം സ്വന്തമാക്കിയ UDF ഇടതുപക്ഷത്തിന്റെ ജില്ലയിലെ സ്വാധീനത്തെ പൂർണ്ണമായി ഇല്ലാതാക്കിയായിരുന്നു. പതിറ്റാണ്ടുകളായി ഇടതുപക്ഷത്തെ ചേർത്ത് പിടിച്ച പൊന്നാനിയും രൂപീകരണ കാലം മുതൽ KT ജലീലിനൊപ്പം നിന്ന തവനൂരും ചുവപ്പുപാത ഉപേക്ഷിച്ചതോടെ മലപ്പുറത്തിന്റെ രാഷ്ട്രീയ ഭൂപടം UDFിൻ്റെതായി മാറുന്ന കാഴ്ചയാണ് കണ്ടത്.